നമ്മൾക്ക് അമേരിക്കയിലേക്കൊന്ന് പോകണം. അവിടെ ടെക്സസിൽ മിന്നൽ പ്രളയമാണ്. 13 പേർ മരിച്ചിട്ടുണ്ട്. 20 കുട്ടികളെ കാണാതായി എന്നാണ് അറിയുന്നത്. രക്ഷാദൗത്യത്തിനായി ഹെലികോപ്റ്ററുകളും ഡ്രോൺ സംവിധാനവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമുക്ക് ചില ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ടെക്സസിലെ മിന്നൽ പ്രളയത്തിൻ്റെ ദൃശ്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാവുന്നതും മിന്നൽ പ്രളയം ഉണ്ടാവുന്നതും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ടെക്സസിൽ പോലും അമേരിക്കയിൽ പോലും പാളുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. 13 പേർ മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മിന്നൽ പ്രളയത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അമേരിക്കയിലെ ടെക്സസിലാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത്. അൻസു എൽസ സന്തോഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അൻസു എൽസ സന്തോഷ്, ഗുഡ് മോർണിംഗ് അൻസു. ഇപ്പോൾ ടെക്സസിൽ മിന്നൽ പ്രളയമാണ്. ഇപ്പോഴും അന്തരീക്ഷം അത്ര തെളിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ മുന്നറിയിപ്പൊന്നും നൽകിയിരുന്നില്ലേ? എന്താണ് പ്രദേശവാസികൾ പറയുന്നത് അൻസു? ഡോക്ടർ അരുൺ, ടെക്സസിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ ചെറിയ ചെറിയ വെള്ളപ്പൊക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു മിന്നൽ പ്രളയം ഉണ്ടാകും എന്ന തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നാണ് പ്രദേശവാസികൾ BBC അടക്കമുള്ള മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ടെക്സസ് ഗവർണർ അടക്കം പറയുന്നുണ്ട് കനത്ത മഴ പെയ്യും, ജാഗ്രതാ നിർദ്ദേശം അടക്കം പുറപ്പെടുവിച്ചിരുന്നു. എങ്കിൽ പോലും ഇത്രയും അപകടകരമായ വിധത്തിലൊരു മിന്നൽ പ്രളയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. 13 മൃതദേഹങ്ങളാണ് രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തിട്ടുള്ളത്. 22-ലധികം കുട്ടികളെ കാണാതായിരിക്കുന്നു. പെൺകുട്ടികളെ സമ്മർ ക്യാമ്പ് നടക്കുകയായിരുന്നു ടെക്സസിലെ വിവിധയിടങ്ങളിൽ. ഇതിൽ നിന്ന് 20 ക്യാമ്പ് മിസ്റ്റിക് എന്നയിടത്തു നിന്ന് 22-ലധികം പെൺകുട്ടികളെ കാണാതായിട്ടുണ്ടെന്ന് പറയുന്നു. ആകെ പരിഭ്രാന്തരായി ആളുകൾ ഈ കുട്ടികൾക്ക് വേണ്ടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാവിധ സഹായവും ടെക്സസിന് പ്രഖ്യാപിച്ചിരിക്കുന്നു. നിരവധി ഹെലികോപ്റ്ററുകൾ അയച്ചിരിക്കുന്നു. 500-ലധികം രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്വാഡലുപ്പെ നദിയിലാണ് കഴിഞ്ഞ ദിവസം മഴ കനത്തതോടെ ഏതാണ്ട് 3 അടിയോളം വെള്ളം ഉയർന്നിരുന്നു. എന്നാൽ ഒറ്റയടിക്ക് രാത്രി കൊണ്ട് 29 അടിയോളം വെള്ളം ഉയരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടാകുന്നത്. വളരെ മനോഹരമായ ഒരു നഗരത്തിൽ നിന്ന് അകലെയുള്ള ഒരു കൺട്രി സൈഡാണ് ടെക്സസ് എന്ന് പറയുന്നത്. അവിടുത്തെ സകല സംവിധാനങ്ങളും ഇത്തരത്തിൽ ഒലിച്ചുപോയി എന്നുള്ള ഒരു വിവരമാണ് വരുന്നത്. അവിടുത്തെ മധ്യ സെർ കൗണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം 4th of July ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വീക്കെൻഡ് ആഘോഷമാണ്. അപ്പോൾ 4th of Julyയുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷങ്ങളടക്കം നടക്കുന്നുണ്ടായിരുന്നു. നിരവധി ക്യാരവനുകൾ, ട്രെയിലർ പാർക്കിൽ നിരവധി ട്രെയിലറുകൾ, അത്തരത്തിലുള്ള ക്യാബിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. BBCയുടെ ലേഖകൻ പറയുന്നത് ഇത്തരത്തിലുള്ള സകല ക്യാരവനുകളും ഈ നദിയിലേക്ക് ഒലിച്ചുപോയി എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു അൻസു എൽസ സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ടെക്സസിൽ മിന്നൽ പ്രളയമാണ്. 13 പേർ മരിച്ചു, 20 കുട്ടികളടക്കം കാണാതായി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാര്യമായി സാധാരണ രീതിയിലേക്ക് അമേരിക്കയിൽ പ്രളയം വരുമ്പോഴും ഇത്തരത്തിലുള്ള കാറ്റുകൾ വരുമ്പോഴുമൊക്കെ നേരത്തെ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. പക്ഷേ അവിടുത്തെ അലാം വാർണിംഗ് സിസ്റ്റം പരാജയപ്പെട്ടോ എന്നൊരു സംശയമുണ്ട്. പലരും പരാതി പറയുന്നുണ്ട്. വേണ്ടത്ര മുന്നറിയിപ്പുകൾ കിട്ടിയിരുന്നില്ല എന്നാണ് ടെക്സസിലുള്ള പലരും ഇപ്പോൾ പരാതി പറയുന്നത്.